കഞ്ഞി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, ആരോഗ്യവതികളായിട്ട്. കഞ്ഞിയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചെറുപയറൊക്കെ ഇട്ട് കഴിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് നന്നായിട്ട് കുഴപ്പമില്ല, എല്ലാവരും ട്രൈ ചെയ്യും. ചേച്ചി എങ്ങനെയുണ്ട് കഞ്ഞി? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇഷ്ടമായി. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക 1-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് കോരിച്ചൊരിയണ മഴ, നല്ല തണുപ്പ് സമയമാണ്. നമ്മൾക്കിപ്പോൾ എന്ത് കഴിച്ചാലും നമ്മുടെ ദേഹത്ത് പിടിക്കുന്ന സാധനങ്ങളാണ്. ഏലക്കറി ആയിക്കോട്ടെ, കഞ്ഞികളായിക്കോട്ടെ, എല്ലാം നമ്മൾക്ക് ദേഹത്ത് പിടിക്കുന്ന സമയമാണ്. നമുക്കിപ്പോൾ എല്ലാവരും മരുന്നുകളും, കോഴി മരുന്നായിക്കോട്ടെ, എന്ത് മരുന്നും ആട്ടു സൂപ്പായിക്കോട്ടെ ഒക്കെ കഴിക്കുന്നത് നമുക്ക് ദേഹത്തിന് ഈ മാസം പിടിക്കാനുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഔഷധ കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കി തരുന്നത്. അത് എങ്ങനെ യഥാർത്ഥ രൂപം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് 10 പേർക്കുള്ള കർക്കിടക കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോണത്. അപ്പം നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട കൂട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഞവരരിയാണ്. ഞാൻ അതിൽ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ആശാളി 1 ടേബിൾ സ്പൂണ്, ഉൽവ 1 ടേബിൾ സ്പൂണ്. ഇത് പച്ചമരുന്ന് ചൂർണമാണ്. ഇതിൽ 19 പച്ചമരുന്നുകൾ ചേർന്നതാണ്. ഞാൻ താഴെ ഇതിൻ്റെ ഇത് കൊടുക്കുന്നതായിരിക്കും. ഇത് പൊടിമരുന്ന് ചൂർണം 14 ഐറ്റംസ് ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇത് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അടുത്തതായി വേണ്ടത് നമുക്ക് തേങ്ങ, ഒരു തേങ്ങേനെ ചിരവി വെച്ചിരിക്കുന്ന ഇന്ദുപ്പ്. പച്ചമരുന്ന് ചൂർണത്തിൻ്റെയും പൊടിമരുന്ന് ചൂർണത്തിൻ്റെയും നമുക്ക് ഈ ഔഷധ കൂട്ടുകൾ നമുക്ക് നേരിട്ട് ആയുർവേദിക് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത്രയും വെച്ച് നമുക്ക് പൊടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ പ്രത്യേകം നമുക്ക് ചോദിച്ചാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ഈ ഞവരരിഞ്ഞി ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് വേവിക്കുന്നവർക്ക് വേവിക്കുക, അടുപ്പിൽ വെച്ച് വേവിക്കുന്നവർക്ക് വേവിക്കുക. ഞാൻ ഇപ്പോൾ ഇതൊക്കെ അടുപ്പിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് നമുക്കൊന്ന് അടുപ്പ് കത്തിക്കുക. അപ്പം നമ്മുടെ അടുപ്പൊക്കെ നല്ല കത്തി കനലായിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുളി വെച്ച് കൊടുക്കാം. നമ്മൾക്ക് ഇതിലേക്കിനി 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമരുന്ന് ഫസ്റ്റ് ഇതിലേക്കിട്ട് തിളപ്പിക്കാം. പച്ചമരുന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെച്ച് അരിച്ചിട്ട് വേണം അരി ഇതിൽ ഇടണമെങ്കിൽ. തെളിയാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഇത്തിരി തണുക്കട്ടെ, എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചെറുതായിട്ട് മഴയൊക്കെ ഇവിടെ തുടങ്ങി. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്കിത് മേലെ തെളിഞ്ഞിട്ടുണ്ട്. മെല്ലെ അങ്ങനെ എടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. നോക്കിക്കോളൂ, ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. ഇതിൽ നല്ല ചണ്ടി, ഇതിന് നമുക്ക് കളയാം. നമുക്കപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ പാത്രമൊക്കെ നല്ലപോലെ കഴുകി ഇതാ ക്ലീൻ ആക്കിയിട്ട് ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. അരിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തെളി നല്ല പോലെ ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകിയതാണ് നല്ല പോലെ. ഇനി ഇതിലേക്ക് നമുക്ക് ആശാളി ഇട്ട് കൊടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഇതിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. നല്ല പോലെ ഒന്ന് വേകട്ടെ. അതിനാണ് ഞാൻ 1.5 ലിറ്റർ വെള്ളം വെച്ചിരിക്കുന്നത്. 1 ലിറ്റർ മതി. നന്നായി വേകാൻ വേണ്ടിയിട്ടാണ് 1.5 ലിറ്റർ വെച്ചത്. അടുപ്പും കൂടിയാണല്ലോ, അത് കാരണം വെയിറ്റ് ചെയ്യാം. നല്ലോണം വേകട്ടെ. ഇപ്പൊ നല്ലോണം തിളക്കുന്നുണ്ട്. വെന്തിട്ടില്ല, ഇത്രയും കൂടി നല്ല പോലെ വേവട്ടെ. ഇപ്പൊ നല്ല പോലെ ഇളക്കിയതാ, നല്ല പോലെ വെന്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി പൊടി ചൂർണം ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇന്ദുപ്പാണ് ആവശ്യത്തിന്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി ഇതിന്റെ പൊടിയൊക്കെ പിടിച്ച ശേഷം നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 തേങ്ങന്റെ പാലാണ്. നമുക്ക് ഇനിയാണ് ഇളക്കി കൊടുക്കേണ്ടത്. നല്ല പോലെ നമുക്ക് ഇത്തിരി ഒന്ന് തിളയ്ക്കണം. പാലൊക്കെ ഒന്ന് ഇതിൽ സെറ്റായ ശേഷം നമുക്ക് ഇറക്കി. അപ്പൊ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നോക്കോളൂ, നമുക്കിതിനെ വാങ്ങി വെക്കാം.
അപ്പൊ ഇനി നമുക്കിത് ചൂടാറിയിട്ട് സെർവ് ചെയ്യാം. ബാബു, നമ്മുടെ കഞ്ഞിയൊക്കെ തയ്യാറായിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കടാ. അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ കർക്കിടക കഞ്ഞി പറഞ്ഞാൽ സാധാരണ കാണാറ് ഒരു മറ്റേ പല ഓരോ ചെറുപയറോ അതും ഇതൊക്കെ ഇട്ടിട്ടാണ്. ഇത് അങ്ങനെയല്ല, ചെറുപയർ കഞ്ഞി, മറ്റുള്ള കഞ്ഞി, അങ്ങനെ ഒരുപാട് ഉലുവക്കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ കഞ്ഞികളാണ്. ഔഷധ ഗുണങ്ങളെല്ലാം ചേർന്ന ഒരു 10-34 ഐറ്റം ആയുർവേദ സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കഞ്ഞിയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി പുഷ്പമ്മ റെഡിയാക്കിയിരിക്കുന്നത്. എന്തായാലും അപ്പോൾ ടേസ്റ്റ് നോക്കുന്നത് ഞാൻ നോക്കണ്ട, നമുക്ക് കുറച്ചൊരു അതിഥികളായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അവരെയൊക്കെ വിളിക്കാം. നമ്മുടെ അയ്യപ്പേട്ടൻ, ബിന്ദു ചേച്ചി, പിന്നെ നമ്മുടെ വീഡിയോകളിലൊക്കെ കാണാറുള്ള ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് തീർക്കാം. എല്ലാവരും വന്നോളൂ. വരൂ അങ്ങനെ നിന്നോളൂ. അപ്പൊ എല്ലാവരും ഓരോ എല്ലാവരും എടുത്ത് കഴിച്ചോളൂ. ഓരോരോ ചേച്ചി എടുക്കുക. എല്ലാവരും അപ്പൊ കഴിക്കട്ടെ അല്ലേ? കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. നീ പറഞ്ഞോ? ഇല്ല, ഞാൻ ഇവര് അതിഥികൾ കഴിക്കാണ്ട് നമ്മൾ കഴിക്കാൻ പറ്റുമോ? അത് ശരിയല്ലേ? ശരി, മെല്ലെ കഴിക്കോ. കഴിക്കി. എങ്ങനെയുണ്ട്? ആരാണ് പറയുന്നത്? ചേച്ചി. എങ്ങനെയുണ്ട് അമ്മമ്മ? നമ്മുടെ ചില വീഡിയോകളിലൊക്കെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്ന പഴമയുടെ ഒരു അമ്മമ്മയാണ്. അപ്പൊ നമുക്ക് ആളുടെ തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട്. കഞ്ഞി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇത് പഴയ ആയുർവേദ ആചാര്യന്മാരെല്ലാം ഉണ്ടാക്കിയതാണ്. കർക്കിടക മാസത്തിലെ എല്ലാ മഴയും ഇതൊക്കെ പണ്ട് ഇതൊരു ഭയങ്കര ഇടുപ്പിന്, ഞരമ്പിന് എല്ലാം ശക്തി തരുന്നതാണ്. പണ്ടൊക്കെ ധാരാളമായി കഴിച്ചിരുന്നു. ഇപ്പം ആർക്കൊന്നും സമയമില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇടുപ്പ് വേദനയും കൈവേദനയും ഇതൊക്കെയാണ്. ഇപ്പം ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ ഇവര് പുഷ്പം എന്തായാലും അടിപൊളി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവിധം ഉണ്ട്. പിന്നെ എല്ലാം നേരത്തെ തന്നെ അതിൻ്റെ കൂട്ടൊക്കെ പറഞ്ഞുകൊണ്ട് പറയണ്ടല്ലോ. അവിടെ നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, ആരോഗ്യവതികളായിട്ട് എല്ലാവരും കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് ആന്റി പറയുന്നത്. അടുത്തത് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള അയ്യപ്പൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയുണ്ട് കഞ്ഞി എന്നുള്ളത്. പഴമക്കാർക്കെല്ലാം അറിയുള്ളൂ. അയ്യപ്പട്ട കഞ്ഞിയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചെറുപയറൊക്കെ ഇട്ട് കഴിച്ചിട്ട് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് നന്നായിട്ട് കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ അടുത്തത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി എങ്ങനെയുണ്ട് കഞ്ഞി? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇഷ്ടമായി. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്? ചെറുപ്പത്തിലൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അത് ആദ്യമായിട്ടാണ് അല്ലേ? എന്നാലും കഞ്ഞി വേറെ കഞ്ഞികളൊക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ഈ പൈറ്റിക്കഞ്ഞി, ഉലുവക്കഞ്ഞി, മറ്റു കഞ്ഞി ഓരോ സാധനങ്ങളായിട്ടുള്ള കഞ്ഞികളാണ് എല്ലാവർക്കും അറിയുക. ആരും ഇത് കഴിച്ചിട്ടില്ല. ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അത്രയ്ക്ക് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ സംഭവം കിടക്കിന്റെ പുഷ്പമ്മ എന്താ ചെയ്യേണ്ടി? അവസാനിപ്പിക്കല്ലേ? അപ്പൊ എന്തെങ്കിലും പറയാണെങ്കിൽ പറയും. അപ്പൊ പരമാവധി നമ്മളെ ഇത് കഴിക്കാൻ നോക്കുക കഞ്ഞി. അപ്പൊ വീട്ടില് കുക്കറിലും ചെയ്യാൻ പറ്റും. അടുപ്പിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമൊന്നുമില്ല. കുക്കറിലും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അത്രയും പെട്ടെന്ന് ചെയ്യുന്ന സാധനം തന്നെയാണ്. അപ്പൊ വാങ്ങുക, എല്ലാവരും ഇതുപോലെ ചെയ്യുക. അപ്പൊ എല്ലാവരും കഴിക്കുക, ആരോഗ്യമായിട്ട് ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും പുഷ്പമ്മ പറഞ്ഞ പോലെ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഈ കർക്കിടക മാസം കഞ്ഞികൾ, പലതരത്തിലുള്ള കഞ്ഞികളുണ്ട്. ഇതുപോലെ ഒരു വെറൈറ്റിയുള്ള അടിപൊളി കഞ്ഞിയൊക്കെ വെച്ച് നമ്മുടെ ശരീരമൊക്കെ നോക്കുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക. അടുത്തേക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.